ഹലോ, IPSRന്റെ ജോബത്തോൺ എന്ന റിക്രൂട്ട്മെന്റ് മാരത്തോൺ സീരീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ദിവസേന പുതിയ തൊഴിലവസരങ്ങൾ നിങ്ങളെ അറിയിക്കുന്ന ഒരു നോൺ സ്റ്റോപ്പ് റിക്രൂട്ട്മെന്റ് മാരത്തോൺ ആണ് ഈ ഒരു സംരംഭം. ഇപ്പോഴത്തെ ഏറ്റവും ലേറ്റസ്റ്റും ട്രെൻഡിങ്ങുമായിട്ടുള്ള ടെക്നോളജീസ് ആയ പൈതോൺ, മെഷീൻ ലേണിംഗ്, ഡേറ്റ അനാലിറ്റിക്സ്, റെഡ് ഹാറ്റ് ലിനക്സ്, ക്ലൗഡ്, AWS, ഡെവോപ്സ്, കണ്ടെയ്നേഴ്സ്, ഓട്ടോമേഷൻ, നെറ്റ്വർക്കിംഗ്, ഡിജിറ്റൽ മാർക്കറ്റിംഗ് തുടങ്ങിയ IT മേഖലയിലുള്ള തൊഴിലവസരങ്ങൾ ഇതിലൂടെ നിങ്ങൾക്ക് എല്ലാ ആഴ്ചയിലും ഷെയർ ചെയ്യുന്നതായിരിക്കും. സോ നമുക്ക് ഈ ആഴ്ചയിൽ അവൈലബിൾ ആയിട്ടുള്ള കുറച്ച് വേക്കൻസീസ് നോക്കാം. ഫസ്റ്റ് വേക്കൻസി നോക്കാം. AI പോപ്പുലി ടെക്നോളജീസ് പ്രൈവറ്റ് ലിമിറ്റഡ് റിക്വയർഡ് ലിനക്സ് സിസ്റ്റം അഡ്മിനിസ്ട്രേറ്റർ. ട്രിവാൻഡ്രത്തുള്ള AI പോപ്പുലി ടെക്നോളജീസ് എന്ന കമ്പനിയിലേക്കാണ് ലിനക്സ് സിസ്റ്റം അഡ്മിനിസ്ട്രേറ്റർ വേക്കൻസി വന്നിട്ടുള്ളത്. അവരുടെ റിക്വയർമെൻറ്റ്സ് എന്താണെന്ന് നോക്കാം. ഡിഗ്രി അല്ലെങ്കിൽ ഡിപ്ലോമ ഇൻ കമ്പ്യൂട്ടർ സയൻസ് ഓർ കമ്പ്യൂട്ടർ ഇൻഫോർമേഷൻ സിസ്റ്റംസ് ഓർ എഞ്ചിനീയറിംഗ്. ലിനക്സ് ഓർ വിൻഡോസ് ബേസ്ഡ് എൻവയോൺമെൻറ്റ്സിൽ വർക്ക് എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം. അപ്പാച്ചെ, ടോംകാറ്റ് പോലുള്ള ആപ്ലിക്കേഷൻ സ്റ്റാക്സിൽ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം. ക്ലൗഡ് എക്സ്പീരിയൻസ് ഉള്ളത് ഒരു ആഡഡ് അഡ്വാൻറ്റേജ് എന്നവർ പറയുന്നുണ്ട്. അവർ പ്രിഫർ ചെയ്യുന്നത് AWS ആണ്. സോളിഡ് നെറ്റ്വർക്കിംഗ് നോളജ് ഉണ്ടായിരിക്കണം. അടുത്ത വേക്കൻസി നോക്കാം. INFOX ടെക്നോളജീസ് റിക്വയർഡ് പൈതോൺ ഡെവലപ്പർ. കൊച്ചിയിലുള്ള INFOX ടെക്നോളജീസ് എന്ന കമ്പനിയിലേക്കാണ് പൈതോൺ ഡെവലപ്പർ വേക്കൻസി വന്നിരിക്കുന്നത്. അവരുടെ റിക്വയർമെൻറ്റ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. നല്ല എഫക്റ്റീവായിട്ട് കോഡിംഗ് എഴുതാൻ അറിയുന്ന ആളായിരിക്കണം. പ്രോഗ്രാംസ് ടെസ്റ്റ് ചെയ്യാനും ഡീബഗ് ചെയ്യാനും അറിയുന്ന ആളായിരിക്കണം. സെക്യൂരിറ്റി ആൻഡ് ഡേറ്റ പ്രൊട്ടക്ഷൻ സൊല്യൂഷൻസ് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ അറിഞ്ഞിരിക്കണം. യൂസർ ഫേസിംഗ് എലമെൻറ്റ്സ് ഇൻ്റഗ്രേഷനിൽ അറിവുണ്ടാകണം. ഇൻറ്റേർണൽ ടീംസായിട്ട് കോർഡിനേറ്റ് ചെയ്ത് റിക്വയർമെൻറ്റ്സ് മനസ്സിലാക്കാനും അതുപോലെ തന്നെ ടെക്നിക്കൽ സൊല്യൂഷൻസ് പ്രൊവൈഡ് ചെയ്യാനും സാധിക്കണം. ബാക്ക് എൻഡ് കമ്പോണൻസ് ഡെവലപ്പ് ചെയ്യാൻ അറിഞ്ഞിരിക്കണം. നെക്സ്റ്റ് വേക്കൻസി നോക്കാം. ലോജിക് പ്ലം റിക്വയർഡ് അസോസിയേറ്റ് ഡേറ്റ സയൻറ്റിസ്റ്റ്. ട്രിവാൻഡ്രത്തുള്ള ലോജിക് പ്ലം എന്ന കമ്പനിയിലേക്കാണ് അസോസിയേറ്റ് ഡേറ്റ സയൻറ്റിസ്റ്റ് എന്ന വേക്കൻസി വന്നിട്ടുള്ളത്. അവരുടെ റിക്വയർമെൻറ്റ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. സ്റ്റാറ്റിസ്റ്റിക്സ്, ഓപ്പറേഷൻസ് റിസർച്ച്, ബയോ ഇൻഫോർമാറ്റിക്സ്, എക്കണോമിക്സ്, കമ്പ്യൂട്ടേഷണൽ ബയോളജി, കമ്പ്യൂട്ടർ സയൻസ്, മാത്തമാറ്റിക്സ്, ഫിസിക്സ്, ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ്, ഇൻഡസ്ട്രിയൽ എഞ്ചിനീയറിംഗ് എന്ന ഏതെങ്കിലും സ്ട്രീമിൽ ബാച്ചിലേഴ്സ് ഡിഗ്രി അല്ലെങ്കിൽ മാസ്റ്റേഴ്സ് ഡിഗ്രി ഉണ്ടായിരിക്കണം. ഫ്രഷേഴ്സിനും 2 വർഷം വരെ ഡേറ്റ സയൻസിൽ എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാർക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. സ്റ്റാറ്റിസ്റ്റിക്കൽ സോഫ്റ്റ്വെയറിൽ എക്സ്പീരിയൻസ് ഉണ്ടാകണം. ലാർജ് ഡേറ്റ സെറ്റ്സിൽ മെഷീൻ ലേണിംഗ് എക്സ്പീരിയൻസ് ഉണ്ടാകണം എന്നൊക്കെയാണ് അവരുടെ റിക്വയർമെൻറ്റ്സ്. നെക്സ്റ്റ് വേക്കൻസി നോക്കാം. DLI സിസ്റ്റംസ് പ്രൈവറ്റ് ലിമിറ്റഡ് റിക്വയർഡ് .NET ഡെവലപ്പർ. മലപ്പുറത്തുള്ള DLI സിസ്റ്റംസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന കമ്പനിയിലാണ് .NET ഡെവലപ്പർ വേക്കൻസി വന്നിട്ടുള്ളത്. അവരുടെ റിക്വയർമെൻറ്റ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഗുഡ് കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് ഉള്ള ആളെയാണ് അവർ പ്രിഫർ ചെയ്യുന്നത്. മൈക്രോസോഫ്റ്റ് സർട്ടിഫിക്കേഷൻ ഉള്ളത് ആഡഡ് അഡ്വാൻറ്റേജ് ആണെന്നവർ പറയുന്നുണ്ട്. സ്ട്രോങ് ഡിസൈൻ ആൻഡ് പ്രോഗ്രാമിംഗ് ടെസ്റ്റിംഗ് സ്കിൽസ് ആയിരിക്കണം. കോഡിംഗ് സ്കിൽസിൽ അവർക്ക് ആവശ്യം C#, .NET, MVC ഫ്രെയിംവർക്സ്, HTML, ജാവാസ്ക്രിപ്റ്റ്, jQuery എന്നിവയിൽ അറിവുള്ള ആളായിരിക്കണം. എക്സലൻറ്റ് കോഡിംഗ് സ്കിൽസ് ആയിരിക്കണം. അതുപോലെ തന്നെ ന്യൂ ടെക്നോളജീസ് പഠിക്കാൻ കഴിവുള്ള ആളായിരിക്കണം. നെക്സ്റ്റ് വേക്കൻസി നോക്കാം. LILAC ഇൻഫോടെക് പ്രൈവറ്റ് ലിമിറ്റഡ് റിക്വയർഡ് SEO അനാലിസ്റ്റ്. കാലിക്കറ്റുള്ള LILAC ഇൻഫോടെക് എന്ന കമ്പനിയിലാണ് SEO അനാലിസ്റ്റ് എന്ന വേക്കൻസി വന്നിട്ടുള്ളത്. അവരുടെ റിക്വയർമെൻറ്റ്സ് എന്തൊക്കെയാണെന്നാൽ BTech, BCA, MCA, BSc IT ഓർ ഡിപ്ലോമ ഇൻ കമ്പ്യൂട്ടർ സയൻസ് അല്ലെങ്കിൽ ഇക്വലന്റ് ഡിഗ്രി ഉണ്ടാകണം. ഫീമെയിൽ കാൻഡിഡേറ്റ്സിനെയാണ് അവർക്ക് ആവശ്യം. പിന്നെ പറഞ്ഞിരിക്കുന്ന കുറച്ച് കണ്ടീഷൻസിൽ വെബ്സൈറ്റ് അനാലിറ്റിക് ടൂൾസിൽ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം. HTML, CSS അതുപോലെ തന്നെ വെബ്സൈറ്റ് അഡ്മിനിസ്ട്രേഷൻസിൽ നോളേജ് ഉണ്ടായിരിക്കണം. കീവേഡ് റിസർച്ച് ആൻഡ് മാനേജ്മെൻറ്റ് ടൂൾസിൽ ഫെമിലിയർ ആയിരിക്കണം. ഇതൊക്കെയാണ് അവർ പറഞ്ഞിരിക്കുന്ന റിക്വയർമെൻറ്റ്സ്. ഈ പറഞ്ഞ വേക്കൻസീസ് എല്ലാം അപ്ലൈ ചെയ്യാൻ വേണ്ടി IPSRjobs.com എന്ന വെബ്സൈറ്റിൽ പോയിട്ട് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഓരോ കമ്പനിയിൽ അപ്ലൈ ചെയ്യുന്ന ലിങ്ക് വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതായിരിക്കും. ഈ പറഞ്ഞിരിക്കുന്ന വേക്കൻസീസ് കൂടാതെ ഏകദേശം 14ഓളം കമ്പനികൾ ഈ വീക്കിൽ IPSRൽ നിന്നും ട്രെയിനിങ് പൂർത്തിയാക്കിയ കാൻഡിഡേറ്റ്സിനെ റിക്രൂട്ട് ചെയ്തിട്ടുണ്ട്. ഇതിൽ ചില വേക്കൻസീസ് ഒക്കെ നമ്മൾ വാട്സപ്പിലൂടെയും ഫേസ്ബുക്കിലൂടെയും അനൗൺസ് ചെയ്തിരുന്നു. ഇത്രയും കമ്പനികളുടെ റിക്രൂട്ട്മെൻറ്റ് ബേസ്ഡ് ചെയ്തിട്ട്
ട്രെയിൻഡ് പൈതോൺ കാൻഡിഡേറ്റ്സിനാണ് ഏറ്റവും കൂടുതൽ ഓപ്പണിംഗ്സ് ഈ വീക്കിൽ അവൈലബിൾ ആയിട്ടുള്ളത്. ഇത്തരം കമ്പനികൾ റിക്രൂട്ട് ചെയ്യുമ്പോൾ ബന്ധപ്പെട്ട ടെക്നോളജീസിൽ സ്പെഷ്യലൈസ് ട്രെയിനിങ് പൂർത്തിയാക്കിയ അല്ലെങ്കിൽ സർട്ടിഫിക്കേഷൻ എടുത്തിട്ടുള്ളവർക്ക്, അതുപോലെ തന്നെ ഒരു സ്പെസിഫിക് ഫീൽഡിൽ എക്സ്പീരിയൻസ് ഉള്ളവർക്കൊക്കെ കമ്പനികൾ കൂടുതൽ പ്രിഫറൻസ് കൊടുക്കുന്നു. ഇതൊക്കെയാണ് ഇപ്പോൾ കണ്ടുവരുന്ന ഡിമാൻഡിംഗ് ടെക്നോളജീസ്. ഏത് ഫീൽഡിലാണോ നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉള്ളത് ആ ഒരു പർട്ടിക്കുലർ ഫീൽഡ് ചൂസ് ചെയ്തിട്ട് നിങ്ങൾ ഒരു ട്രെയിനിങ് എടുക്കുകയാണെങ്കിൽ പ്ലേസ്മെൻറ്റ്സിൽ കൂടുതലും പ്രയോറിറ്റി കിട്ടുന്നതായിരിക്കും. ഇതുപോലത്തെ വേക്കൻസീസ് കമ്പനീസ് അനൗൺസ് ചെയ്ത ഉടനെ സെയിം ഡേ തന്നെ നിങ്ങളുടെ നമ്പറിലേക്ക് ലഭിക്കുന്നതിനായി നിങ്ങളുടെ നെയിം, ക്വാളിഫിക്കേഷൻ ആൻഡ് ഇയർ ഓഫ് പാസ് ഔട്ട് എന്നിവ 9400901085 എന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്താൽ നിങ്ങൾക്ക് നമ്മുടെ വാട്സപ്പ് ബ്രോഡ്കാസ്റ്റിങ്ങിലൂടെ ഡെയിലി വേക്കൻസീസ് നിങ്ങളുടെ വാട്സപ്പിലേക്ക് ലഭിക്കുന്നതായിരിക്കും. ഞങ്ങളുടെ 21 ഇയർ ആനിവേഴ്സറിൻ്റെ ഭാഗമായി ഒരു ഫ്രീ കരിയർ കൗൺസിലിംഗ് പ്രൊവൈഡ് ചെയ്യുന്നു. നിങ്ങൾ ഏത് ഫീൽഡ് ചൂസ് ചെയ്യണമെന്ന് കൺഫ്യൂസ്ഡ് ആണെങ്കിൽ ഉടൻ തന്നെ ഈ നമ്പറിലേക്ക് വിളിക്കൂ. 9995403483 9447169776. അടുത്ത ആഴ്ച പുതിയ കുറച്ച് നല്ല വേക്കൻസികളുമായി വരും വരെ താങ്ക് യു ആൻഡ് ബൈ ഫ്രം IPSR ജോബ്സ്.